നമസ്കാരം. ബാറോസ് ദ ഗാർഡിയൻ ഓഫ് ട്രഷർ റിലീസായിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഫസ്റ്റ് ഷോ കണ്ടിട്ട് എൻ്റെ റിവ്യൂ, എൻ്റെ അഭിപ്രായം പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു സിനിമയാണ് ബാറോസ്. കാരണം വേറൊന്നുമല്ല, മലയാളത്തിൻ്റെ സ്വകാര്യ അഹങ്കാരമായ മലയാളത്തിൻ്റെ സ്വന്തം മോഹൻലാൽ, 44 വർഷത്തോളം അഭിനയ രംഗത്ത് മികവ് പുലർത്തിയ മോഹൻലാലിൻ്റെ ആദ്യ സംവിധാനത്തിൽ പിറന്ന സിനിമയാണ് ബാറോസ്. അപ്പം അദ്ദേഹത്തിൻ്റെ ആസ് എ ഡയറക്ടർ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ ആകാംക്ഷ എനിക്കുണ്ടായിരുന്നു. യാതൊരുവിധ എക്സ്പെക്റ്റേഷൻസോ അല്ലെങ്കിൽ പ്രതീക്ഷയോ അല്ലെങ്കിൽ ഹൈപ്പോ അല്ലെങ്കിൽ ഹൈപ്പിൻ്റെ അമിത ഭാരം ഒന്നുമില്ലാതെ സിമ്പിളായിട്ടൊന്ന് ആസ്വദിച്ച് കാണാം, അല്ലെങ്കിൽ ഒരു 3D മലയാളത്തിലെ ആദ്യത്തെ നേറ്റീവ് 3D ഏകദേശം 40 വർഷത്തിന് ശേഷം പിറക്കുന്ന ഒരു നേറ്റീവ് 3D ചിത്രം എക്സ്പീരിയൻസ് ചെയ്യുക. അതേപോലെ മോഹൻലാൽ ആസ് എ ഡയറക്ടർ, ആസ് ആൻ ആക്ടർ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കാണുക. ഇതൊക്കെയായിരുന്നു എൻ്റെ ഒരു മെയിൻ ഉദ്ദേശം ഈ സിനിമയിൽ. ഒരു മോഹൻലാൽ ഫാൻ എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ, ഒരു സിനിഫൈൽ എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ, ഇതിൻ്റെ 3D എക്സ്പീരിയൻസ്, മേക്കിംഗ് അല്ലെങ്കിൽ ക്വാളിറ്റി എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് വിഷ്വൽസ്, ആർട്ട് വർക്ക് കാര്യങ്ങൾ എങ്ങനെയുണ്ടെന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു പ്രേക്ഷകൻ എന്ന രീതിയിലും ഒരു ഫാൻ എന്ന രീതിയിലും ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ് ബാറോസ് എന്ന് പറയുന്ന സിനിമ കണ്ടിറങ്ങുമ്പോൾ. ആദ്യം തന്നെ നമ്മൾ എടുത്തു പറയേണ്ട പോസിറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഈ സിനിമയുടെ മേക്കിംഗ്, ഇതിൻ്റെ ഫ്രെയിംസ്, ഈ സിനിമയുടെ ക്യാമറ വർക്ക്സ്, ഹാറ്റ്സ് ഓഫ് ടു സന്തോഷ് ശിവൻ. ഈ സിനിമയുടെ ഡയറക്ഷൻ മോഹൻലാൽ. ഈ സിനിമയുടെ ക്വാളിറ്റി, ഇതിൻ്റെ ഒരു പിക്ചർ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ എത്ര പറഞ്ഞാലും മതിയാവില്ല. അത്രത്തോളം മലയാള സിനിമയുടെ, ഇന്ത്യൻ സിനിമയിൽ സമീപകാലത്ത് ഇത്രയും ക്വാളിറ്റിയിൽ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് സംശയം തന്നെയാണ്. അത്രത്തോളം ഫ്രെയിം റിച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ റിച്ച് ആയിട്ടുള്ള വളരെ കളർഫുൾ ആയിട്ടുള്ള ഓരോ ഫ്രെയിമുകളും ഓരോ സീനുകളും ഓരോ ഷോട്ടുകളും, VFX ആയിക്കോട്ടെ CG ആയിക്കോട്ടെ, എല്ലാം അതിഗംഭീരം തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും. ഈ ഒരു സിനിമ PXL സ്ക്രീനുകളിൽ അല്ലെങ്കിൽ നമ്മുടെ എപ്പിക്യു സ്ക്രീൻ, ഞാൻ കോയമ്പത്തൂർ പോയി എപ്പിക്യു സ്ക്രീനിൽ സിനിമ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്ര ഫുൾ സ്ക്രീനിൽ കാണുകയാണെങ്കിൽ ഫുൾ ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു ഓപ്ഷൻസ് ഉള്ള പ്രേക്ഷകരോട് പറയാനുള്ളത് അങ്ങനത്തെ സ്ക്രീനുകളിൽ എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളതാണ്. കാരണം അത്രത്തോളം ക്ലാരിറ്റിയാണ് ഓരോ ഫ്രെയിമുകൾക്കും, അത്രത്തോളം ഒരു ഒറിജിനാലിറ്റിയാണ്, അല്ലെങ്കിൽ വിഷ്വൽ കോംപ്രമൈസ് തീരെ വരുത്താതെ പ്രസൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹാറ്റ്സ് ഓഫ് ടു ദി എൻ്റയർ ടീം. പിന്നെ ആർട്ട് വർക്ക്, ഇതിൻ്റെ ആർട്ട് വർക്ക്സ് കാര്യങ്ങളൊക്കെ എടുത്ത് പറയുകയാണെങ്കിൽ ഒന്നിനൊന്ന് മെച്ചമാണ്. എസ്പെഷ്യലി ഗുഹയിലെ ഓരോരോ നിധി ആയാലും അല്ലെങ്കിൽ ട്രഷേഴ്സ്, അങ്ങനത്തെ സംഭവങ്ങൾ, ഗുഹയ്ക്കകത്ത് വരുന്ന കാര്യങ്ങൾ, ഇനി പഴയ പാസ്റ്റ് കാണിക്കുന്നുണ്ട്, അതിലൊക്കെ വരുന്ന ഒരു ആർട്ട് വർക്ക് ബ്രില്യൻ്റ് ആണ്. അതോടൊപ്പം തന്നെ ഈ സിനിമയിലെ ഓരോ ക്യാരക്ടേഴ്സിന് കൊടുത്തിരിക്കുന്ന കോസ്റ്റ്യൂംസ്, ഇതിപ്പോൾ ഒരു പോർച്ചുഗീസ് ബേസ്ഡ് ഒരു ഫെയറി ടെയിൽ കൈൻഡ് ഓഫ് സിനിമയാണ്. അപ്പോൾ അവിടുത്തെ ആ ഒരു പഴയ കാലത്തെ ആയാലും ഇപ്പോഴത്തെ ആയാലും ആ ഒരു കോസ്റ്റ്യൂംസ് ഒക്കെ കൊടുത്തിരിക്കുന്നത് വളരെ നന്നായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഭയങ്കര ടെക്നിക്കലി ആയാലും ഭയങ്കര റിച്ച് ആയിട്ടുള്ളൊരു സിനിമയാണ്. മോഹൻലാൽ എന്ന് പറയുന്ന ഒരാളുടെ ഡയറക്ടർ ഡെബ്യൂട്ട് എന്ന രീതിയിൽ, ഒരു ഡെബ്യൂട്ട് ഡയറക്ടർ എന്ന രീതിയിൽ വളരെ നല്ല രീതിയിൽ അദ്ദേഹം ഈ സിനിമ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ സിനിമയുടെ പോരായ്മകളെ പറ്റി പറയുകയാണെങ്കിൽ, സിനിമ ആദ്യം വളരെ സ്ലോ ആയിട്ട് തുടങ്ങി ഒരു സ്ലോ പേസിൽ മൂവ് ചെയ്യുന്ന സിനിമയാണ്. ബേസിക്കലി ഇതൊരു ഫാൻറ്റസി ബേസ്ഡ് ഫെയറി ടെയിൽ മൂവിയാണ്. അല്ലാതെ വേറെ ഒരു മാസോ അല്ലെങ്കിൽ ആക്ഷനോ അങ്ങനത്തെ പ്രതീക്ഷിച്ച് ആരും പോകണ്ട. അങ്ങനത്തെ ഒരു എക്സ്പെക്റ്റേഷനോടെ പോകുന്ന ഓഡിയൻസിനെ ഈ സിനിമ നിരാശപ്പെടുത്തും. എനിക്ക് ഈ സിനിമ പേഴ്സണലി ഞാൻ റെക്കമെൻഡ് ചെയ്യുക കുട്ടികൾക്കും അതേപോലെ ഈ ഫാമിലി ആയിട്ട് പോകുന്നവർക്ക് നിരാശപ്പെടില്ല. ഇതിൻ്റെ ഫ്രെയിംസ്, ഇതിൻ്റെ ഈ പറഞ്ഞ വിഷ്വൽസും മാത്രം മതി നമ്മൾ കൊടുത്ത പൈസയ്ക്ക് വെർത്താവാൻ. ഇനി അങ്ങനെ അല്ലാതെ നോക്കുകയാണെങ്കിൽ പെർഫോമൻസ് വൈസ് ലാലേട്ടൻ്റെ കുറച്ച് ഇമോഷണൽ സീൻസ് ഉണ്ട്. ഇമോഷണൽ സീൻസിൽ ലാലേട്ടനെ വെല്ലുന്നൊരു ആക്ടർ മലയാള ഇൻഡസ്ട്രിയിൽ ഇല്ല എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്. ഇന്ത്യൻ ഇൻഡസ്ട്രിയിലും വളരെ ചുരുക്കം പേരേ ഉള്ളൂ. അപ്പോൾ അത്രയും നല്ല രീതിയിൽ ഇമോഷണലി ലാലേട്ടനെ ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റി. പിന്നെ ഒരു പെൺകുട്ടിയുടെ ക്യാരക്ടർ മോശമാക്കിയിട്ടില്ല, പക്ഷേ എങ്കിൽ പോലും ലാലേട്ടനെ പോലെ ഒരു നടൻ്റെ മുമ്പിൽ വരുമ്പോൾ തിരിച്ച് ഇമോഷണലി കണക്ട് ചെയ്യാൻ ആ കുട്ടിക്ക് അത്ര പറ്റിയിട്ടുണ്ടായില്ല. എങ്കിലും മോശമായിരുന്നില്ല. അപ്പോൾ രണ്ടുപേരുടെയും ആ ഒരു കെമിസ്ട്രി ഒരു പരിധി വരെ വർക്കായിട്ടുണ്ട് എന്ന് തന്നെ പറയണം. ബാക്കി ക്യാരക്ടേഴ്സിൻ്റെയൊക്കെ പെർഫോമൻസ് എനിക്ക് ഒരു ആവറേജ് ടു ബിലോ ആവറേജ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. ചിലപ്പോൾ അത് ആ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് അഭിനയിക്കുന്നത് കൊണ്ടായിരിക്കാം. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ മ്യൂസിക് വർക്കാണ്. ഇത് ഡോൾബി അറ്റ്മോസിൽ റെൻഡർ ചെയ്തിരിക്കുന്നത് വളരെ നന്നായിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ വളരെ സ്ലോ ആയിട്ട് അല്ലെങ്കിൽ വളരെ സ്മൂത്ത് ആയിട്ടുള്ള കുറേ ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളും കാര്യങ്ങളും ഉണ്ട്. അത് നല്ല രീതിയിൽ എൻഗേജ് ചെയ്യുന്നുണ്ട്. പാട്ട്, ഒരു പാട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. മറ്റേ ഇസബെല്ല എന്ന് പറഞ്ഞ സോങ് ഓക്കെയാണ്, പക്ഷേ കുറച്ചും കൂടി ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ തോന്നി. മേ ബി സിംഗർ മോഹൻലാൽ തന്നെ പാടിയത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. മോഹൻലാൽ പാടിയത് എനിക്കെന്തോ ആ ഒരു ഇതിലേക്ക് ഒത്തില്ല. പക്ഷേ എങ്കിൽ പോലും അതിൻ്റെ വിഷ്വൽസ് സൈഡ് പക്കയായിരുന്നു. പിന്നെ ഇതിലൊരു അനിമേറ്റഡ് ക്യാരക്ടർ ഉണ്ട്. ആ അനിമേറ്റഡ് ക്യാരക്ടർ വൂഹു എന്ന് പറയുന്ന അനിമേറ്റഡ് ക്യാരക്ടർ വളരെ നന്നായിട്ടുണ്ടായിരുന്നു. വലിയ കുഴപ്പമായിട്ടൊന്നും ഫീൽ ചെയ്തില്ല.
പിന്നീട് പറയേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൻ്റണി പെരുമ്പാവൂരൊക്കെ ഇതിൽ വരുന്നുണ്ട്. പുള്ളിയുടെ ആവശ്യം ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നില്ല. ഒരു പക്ഷേ പ്രൊഡക്ഷൻ ചെയ്യുന്നതുകൊണ്ട് അഭിനയിച്ച് പോയതായിരിക്കും. പുള്ളിയുടെ നല്ല കോമഡി ആയിട്ടുണ്ട്, ഒത്തിരി വെർപ്പീരായിട്ടുണ്ട് പുള്ളിയുടെ റോള്. അതർ ദാൻ ദാറ്റ് ബാക്കി എല്ലാവരും അത്യാവശ്യം ഡീസൻ്റായി ചെയ്തു പോയി എന്ന് പറയാം. പിന്നെ ആ സിനിമയുടെ ഡ്യൂറേഷൻ ഒരു ചെറിയ നെഗറ്റീവാണ്. 2 മണിക്കൂർ 25 മിനിറ്റോ മറ്റോ ഉണ്ട്. അത്രയും വേണ്ടിയിരുന്നില്ല എന്ന് തോന്നി. 2 മണിക്കൂറിലേക്ക് വെട്ടിച്ചുരുക്കായിരുന്നു. എന്നെങ്കിൽ പോലും അത്രത്തോളം വിഷ്വൽസ് 3D വിഷ്വൽസ് വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് നമുക്ക്. ഇപ്പം കങ്കുവയൊക്കെ ഈ ഇടയ്ക്ക് ഇറങ്ങിയത് വെച്ച് നോക്കുകയാണെങ്കിൽ ഫാർ 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 ബെറ്ററാണ് ബാറോസിൻ്റെ വിഷ്വൽസും കാര്യങ്ങളും, അല്ലെങ്കിൽ ടെക്നിക്കൽ സൈഡ്. എൻ്റയർ ടീമിന് ഒരുപാട് അപ്രീസിയേഷൻ ഡിസേർവ് ചെയ്യുന്നുണ്ട്. പിന്നെ ലാലേട്ടൻ ആസ് ആൻ ആക്ടർ, ആസ് എ ഡയറക്ടർ തകർത്തിട്ടുണ്ട്. പുള്ളിക്ക് ഇനിയും നല്ല നല്ല സ്ക്രിപ്റ്റുകൾ കിട്ടി നല്ല സിനിമകൾ ചെയ്യാൻ പറ്റട്ടെ ഒരു ഡയറക്ടറായിട്ട് അഭിനയത്തോടൊപ്പം തന്നെ. പിന്നെ ഇതിൻ്റെ അകത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയിൽ കഥ കുറച്ച് ഫ്ലാറ്റ് ആയതുപോലെ, അതായത് യാതൊരുവിധ നമുക്ക് പ്രഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ്, അല്ലാതെ ഒരു ട്വിസ്റ്റോ അങ്ങനത്തെ ഒന്നും ഇല്ല ഇതിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു യുവ ജനറേഷൻ അല്ലെങ്കിൽ യൂത്ത് ജനറേഷൻ അല്ലെങ്കിൽ ഒരു അഡൾട്ട് ഫേസിലുള്ള ആൾക്കാരെ എത്രത്തോളം സാറ്റിസ്ഫൈ ചെയ്യും എന്നുള്ളത് ക്വസ്റ്റ്യനബിൾ ആണ്. എന്നെങ്കിൽ പോലും കുട്ടികൾക്കും ഫാമിലി ആയിട്ട് ഇപ്പം നമ്മൾ പോകണം. കാരണം മോഹൻലാലിൻ്റെ ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ആൾക്കാർ, ഇപ്പം പ്രായമായ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മൂമ്മയുണ്ട്, അങ്ങനെ ഓരോ ആൾക്കാരും ഈ പറഞ്ഞ മോഹൻലാൽ എന്ന് പറയുന്ന നടൻ്റെ ഒരു സിനിമയാണെന്ന് പറയുമ്പോൾ വരുന്നു എന്നുള്ളൊരിതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ധൈര്യമായിട്ട് തിയേറ്ററിൽ പോയി ആസ്വദിക്കാൻ പറ്റും 3D ഗ്ലാസ്സൊക്കെ വെച്ചിട്ട്. അത് ഞാൻ ഈ പറഞ്ഞ കണക്കുള്ള PXL സ്ക്രീൻസിലോ അല്ലെങ്കിൽ എപ്പിക്യൂ സ്ക്രീൻസിലൊക്കെ ആണെങ്കിൽ, അപ്പോൾ ഐമാക്സിൽ റിലീസായിട്ടില്ല, ഐമാക്സിലൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിരിക്കും. കാരണം ഫുൾ സ്ക്രീനിൽ അത്രയ്ക്ക് ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് തന്നെയായിരിക്കും സിനിമ. എന്തായാലും ഈ സിനിമ നിരാശപ്പെടുത്തില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരു വിഭാഗം ആൾക്കാരുണ്ട് മോഹൻലാൽ എന്ന് പറഞ്ഞാൽ മാസ് മാത്രം ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു മാസ് മസാല എൻ്റർടൈനർ ആണ് എന്ന് കരുതുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ നിരാശയായിരിക്കും. മോഹൻലാൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണെന്നുള്ളത് ഇവർ മനസ്സിലാക്കണം. പിന്നെ ഒരുപാട് വിമർശനങ്ങളും ഒരുപാട് ട്രോളുകളും കാര്യങ്ങളും ഒക്കെ നേരിട്ട് തന്നെയാണ് ഈ സിനിമ എത്തിയത്. ഇപ്പോൾ സിനിമ ഇറങ്ങിയതിന് ശേഷം ഒരുപാട് രീതിയിലുള്ള ഡീഗ്രേഡിങ്ങും കാര്യങ്ങളും കാണുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഈ സിനിമ എല്ലാ എന്താ പറയുക, ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ ഈ സിനിമ ആർക്കാണോ ഇറക്കിയിട്ടുള്ളത്, ആരെ ഇൻറ്റൻറ്റ് ചെയ്തിട്ടാണോ ഇറക്കിയിട്ടുള്ളത്, ആ വിഭാഗം കാറ്റഗറിയിലുള്ള ആൾക്കാരെ 100% ഈ സിനിമ സാറ്റിസ്ഫൈ ചെയ്യും. സിനി ഫൈൽസിനും ഈ സിനിമ സാറ്റിസ്ഫൈ ചെയ്യും. എന്ന് വെച്ചാൽ ഈ സിനിമയിൽ നെഗറ്റീവ്സ് ഇല്ല എന്നല്ല, നെഗറ്റീവ്സ് ഉണ്ട്. ഈ പറഞ്ഞ കണക്കില്ല, ഒരു ഡ്യൂറേഷൻ്റെ ഒരു നെഗറ്റീവ് ഉണ്ട്, ചില സ്ഥലത്ത് ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്, പെർഫോമൻസ് വൈസ് കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട്, ഡയലോഗ്സിൽ കുറച്ച് പാളിച്ചകളുണ്ട്. ഇല്ല എന്നല്ല, ഏത് സിനിമയ്ക്കായാലും അങ്ങനത്തെ പാളിച്ചകൾ വരും. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ, ഇപ്പോൾ വയലൻസ് ബേസ്ഡ് ആയിട്ട് മാർക്കോ സിനിമയുണ്ട്, പിന്നെ അത്യാവശ്യം ഒരു ആക്ഷൻ പാക്ഡ് ആയിട്ട് റൈഫിൾ ക്ലബ്ബൊക്കെ ഉള്ള കാലത്ത് ഫാമിലിക്ക് റിലാക്സ് ചെയ്ത് വിഷ്വൽസ് കണ്ട് വിഷ്വൽ ട്രീറ്റ് എക്സ്പീരിയൻസ് ചെയ്ത് ഒരു 3D അനുഭവം, ഒരു നേറ്റീവ് 3D അനുഭവം. അതായത് ഈ സിനിമ ഫുള്ളി ഒരു 3D ക്യാമറയിൽ ഷൂട്ട് ചെയ്ത് ഫുള്ളി റെൻഡർ ചെയ്തെടുത്തേക്കുന്ന പക്ക ഒരു നേറ്റീവ് 3D സിനിമയാണ്. ആ ഒരു രീതിയിൽ ഈ സിനിമ എക്സ്പീരിയൻസ് ചെയ്യുന്ന സിനി ഫൈൽസിന് ഭയങ്കര ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. എസ്പെഷ്യലി ഈ പറഞ്ഞ വലിയ സ്ക്രീനുകളുള്ള തിയേറ്റേഴ്സിൽ പോവുകയാണെങ്കിൽ. ഓവറോൾ എനിക്ക് ബാറോസ് ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇറ്റ് വാസ് എ ഗുഡ് ഫിലിം ഫോർ മീ ആൻഡ് ഇറ്റ് വർക്ക് ഫോർ മീ ആൻഡ് ഐ എം വെരി പ്രൗഡ്. ഞാനൊരു മോഹൻലാൽ ഫാനാണ്. മോഹൻലാൽ ഫാൻ എന്ന രീതിയിൽ ആസ് എ ഡയറക്ടർ, ആസ് എ ആക്ടർ മോഹൻലാൽ തകർത്തിട്ടുണ്ട്. അപ്പം എനിക്ക് ശരിക്കും പറഞ്ഞാൽ കണ്ണിൽ വെള്ളം വന്ന 2 കാര്യങ്ങൾ കണ്ടപ്പോഴാണ്. ഒന്നെന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ കാണുന്ന കംപ്ലീറ്റ് ആക്ടർ മോഹൻലാൽ ഇൻ ബാറോസ് അപ്പുറം ഡയറക്റ്റഡ് ബൈ മോഹൻലാൽ ആൻഡ് ഫിലിം ബൈ മോഹൻലാൽ എന്നൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായി. മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടനപ്പുറം ഒരു സംവിധായകനിലേക്ക് ഉയർന്നു എന്നുള്ളതും ഇനി അദ്ദേഹത്തിൻ്റെ വരാനിരിക്കുന്ന ലൈനപ്പുകളുടെ എല്ലാം ക്യൂരിയോസിറ്റിയോടുകൂടി കാത്തിരിക്കുകയാണ്. അപ്പോൾ അതിലേക്കുള്ളൊരു നല്ലൊരു ചവിട്ടുപടി, ആസ് എ ഡയറക്ടർ എന്ന രീതിയിൽ നല്ലൊരു ചവിട്ടുപടിയാണ് ബാറോസ് എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഫുൾ ടീമിന് ഹാറ്റ്സ് ഓഫ്. എന്തായാലും എല്ലാ ഫാമിലി ഓഡിയൻസ് ഈ സിനിമ പോയി കാണാൻ ശ്രമിക്കുക. ഓക്കെ.